ആ ദൈവസാന്നിധ്യം ഈ സഭായോഗത്തിന്റെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. വിവാഹമാനമുള്ള അവസ്ഥയും ദൈവത്താൽ നിയമിക്കപ്പെടുന്നു. മനുഷ്യനായ വളരെ സഭയിലുള്ള ആത്മീയ ഐക്യം നമുക്ക് വെളിപ്പെടുത്തുന്നതാണ്. ഈ വിശുദ്ധ അവസ്ഥയെ മനുഷ്യ വേളിയിലെ കാനവയിലെ തന്നെ സാന്നിധ്യക്കാരും ഒന്നാമത് ചെയ്ത തിരിച്ചേക്കാരും അലങ്കരിച്ച് മുഖവരുത്തി ഇത് സകല മനുഷ്യർക്കും നാണമുള്ളതാകുന്ന വിശുദ്ധ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. എന്നാൽ അവിവേകമായോ നിസ്സാരമായോ യഥാവിലാസമായോ ആരും വിശുദ്ധാഭാഗങ്ങളിൽ പ്രവേശിക്കുന്നു. എന്നാൽ ഏത് ഉദ്ദേശങ്ങൾക്കായി അത് നീതിക്കപ്പെട്ടോ എന്ന് വേണ്ട പ്രകാരം ചോദിച്ചു. വാണത്തോടും വിവേകത്തോടും സതുദ്ദേശത്തോടും ദൈവഭക്തിയോടും വിശുദ്ധാഭാഗത്തിൽ ഏർപ്പെടുന്നു. ഒന്നാമത് ദൈവഹിതപ്രകാരം മനുഷ്യവർഗം വർദ്ധിക്കേണ്ടത് കർത്താവിനെ കുറിച്ചുള്ള ഭയത്തെയും ധാർഷ്ട്യത്തെയും അവരുടെ പരിശുദ്ധ നാമത്തെ ഉപേക്ഷിക്കാൻ പൈതൃകം വളർത്തപ്പെട്ടിരുന്നു. രണ്ടാമത് ദൈവത്താൽ നൽകപ്പെട്ടതും വിശ്വയിൽ ഉപയോഗിക്കുന്നതുമായ വൃത്തിയാണ് ആത്മീയങ്ങളും വികാരങ്ങളും പരിശുദ്ധമായ നേതാവിൽ നടത്തപ്പെട്ടിരുന്നു. ഈ വിശുദ്ധാവസ്ഥയിലേക്ക് ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്നവർ ജീവിത നർമ്മതയോടെ ആയതിൽ നിലനിൽക്കേണ്ടത്. മൂന്നാമത് ഐശ്വര്യത്തിലും ആനന്ദത്തിലും തമ്മിലുണ്ടാകേണ്ട കൂട്ടായ്മയ്ക്കും ആശ്വാസത്തിനും സഹായത്തിനുമായി വിവാഹം ജീവിക്കുന്നു. ഈ വിശുദ്ധാവസ്ഥയിലേക്ക് ചേർക്കപ്പെടുവാനായി ഇവർ ഇപ്പോൾ ദൈവസന്നിധിയിലുണ്ട്. അതിനാൽ ഇവർ ന്യായമായി തമ്മിൽ യോജിപ്പിക്കപ്പെടുക എന്നുള്ളതിന് അപ്രകാരം കാണിക്കുവാൻ ആരെങ്കിലും കഴിയുമെങ്കിൽ അതിപ്പോൾ പറയണം, അല്ലെങ്കിൽ ഇനി നിലനിൽക്കും പറയാതിരിക്കും. നിങ്ങൾ വിവാഹത്തിൽ ന്യായമായി ഒന്നിച്ചുകൂടാത്ത ഏതെങ്കിലും വിരോധപ്പെട്ടത് നിങ്ങൾ ഇവരിൽ ആരെങ്കിലും അറിയുകയില്ല. സകല ഹൃദയങ്ങളിലെയും രഹസ്യങ്ങൾ അറിയുന്ന ദൈവത്തിന്റെ സന്നിധി നിങ്ങൾ അറിയിക്കുന്നുണ്ട്. ഇപ്പോൾ അത് അറിയിച്ചു കൊള്ളണമെന്ന് ഞാൻ നിങ്ങൾ ഇരുവരോടും നിഷ്കർഷമായി ആവശ്യപ്പെടുന്നു. എന്നാൽ ദൈവഹിതപ്രകാരമല്ലാതെ യോജിപ്പിക്കപ്പെടുന്നവർ ദൈവത്താൽ കൂട്ടിച്ചേർക്കപ്പെട്ടവരല്ലായിരുന്നു അവരുടെ വിവാഹം ന്യായമുള്ളവരെങ്കിലും നിശ്ചയമായി അറിഞ്ഞു. വിവാഹത്തിന്റെ വിശുദ്ധാവസ്ഥയിൽ ദൈവത്തിന്റെ നിയമപ്രകാരം ഒന്നിച്ച് ജീവിക്കുവാനായി എന്റെ ഭാര്യയായി കൈക്കൊള്ളുന്നു. നീ അവളെ സ്നേഹിച്ച് ആശ്വസിപ്പിച്ച് പാലിച്ച് രോഗത്തിലും സുഖത്തിലും സംരക്ഷിക്കുകയും നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ ഒക്കെ ഇവരോട് മാത്രം ചേർത്തിരിക്കുകയും ചെയ്യുന്നു. വിവാഹത്തിന്റെ വിശുദ്ധ അവസ്ഥയിൽ ദൈവത്തിന്റെ നിയമപ്രകാരം ഒന്നിച്ച് ജീവിക്കുവാനായി നീ എവിടെ ഭർത്താവായി കൈക്കൊള്ളുന്നു. നീ ഇവരെ സ്നേഹിച്ച് ആശ്വസിപ്പിച്ച് മാനിച്ച് രോഗത്തിലും സുഖത്തിലും സംരക്ഷിക്കുകയും നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോഴൊക്കെ ഇവരോട് മാത്രം ചേർന്നിരിക്കുകയും ചെയ്യുമോ? ഈ പുരുഷന് വിവാഹം ചെയ്യുവാൻ ഈ സ്ത്രീയെ നൽകുന്നതാണ്. ഞാൻ കേൾവയാകുന്ന നിങ്ങളെ ഇന്നു മുതൽ ഇനി മേലാൽ ഐശ്വര്യത്തിലും അനന്തത്തിലും സമ്പത്തിലും ദരിദ്രതയിലും ദീനത്തിലും സുഖത്തിലും മരണം നമ്മെ വേർതിരിക്കുന്നതുവരെ ദൈവത്തിന്റെ വിശുദ്ധ നിയമപ്രകാരം സ്നേഹിക്കുവാനും രക്ഷിക്കുവാനും എന്റെ ഭാര്യയായി ഏറ്റുകൊള്ളുന്നു. അതിനായി ഞാൻ നിങ്ങൾക്ക്
വാഗ്ദത്തം ചെയ്യുന്നു. കേമയാകുന്ന ഞാൻ, എവിടാകുന്ന നിങ്ങളെ ഇന്നു മുതൽ ഇനി മേലാൽ ഐശ്വര്യത്തിലും അനർത്ഥത്തിലും സമ്പത്തിലും ദരിദ്രതയിലും ദീനത്തിലും സുഖത്തിലും മരണം നമ്മെ വേർതിരിക്കുന്നതുവരെ ദൈവത്തിന്റെ വിശുദ്ധ നിയമപ്രകാരം സ്നേഹിക്കുവാനും രക്ഷിക്കുവാനും അനുസരിക്കുവാനും എന്റെ ഭർത്താവായി ഏറ്റുകൊള്ളുന്നു. അതിനായി ഞാൻ നിങ്ങൾക്ക് വാഗ്ദത്തം ചെയ്യുന്നു. ദൈവം നിങ്ങളുടെ പ്രതിജ്ഞകൾ കേട്ടിരിക്കുന്നു. ഞങ്ങൾ അതിന് സാക്ഷികൾ ആണ്. മോചനയുടെ മക്കളുടെ ദൈവസഭയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ കരുണയുള്ള കർത്താവേ, നിന്റെ പരിശുദ്ധ നാമത്തിന് സ്വീകരിക്കുന്ന ഈ മോചനയുടെയും മക്കളുടെയും പഴത്തരം ഇവ കൊടുക്കുകയും സ്വീകരിക്കുന്നതിന്റെ മക്കൾ സമാധാനത്തിന് വിശ്വസിക്കുകയും ഇന്ന് വസിക്കേണ്ടതും തിരുപ്പതിയും വിട്ടുപോകാത്ത സ്നേഹം ജീവിക്കേണ്ടത് എന്ന കർത്താവായ യേശുവിൻ കൃപ. നിത്യമായ വിശ്വസ്തതയുടെയും അറ്റുപോകാത്ത സ്നേഹത്തിന്റെയും ഉടമ്പടിയുടെയും അടയാളമായ ഈ മോതിരം കൊണ്ട് ഞാൻ നിങ്ങളെ വിവാഹം ചെയ്യുന്നു. എന്റെ ശരീരം കൊണ്ട് ഞാൻ നിങ്ങളെ മാനിക്കും. എന്റെ ഇഹലോക സമ്പത്തുകളെല്ലാം ഞാൻ നിങ്ങൾക്ക് അവകാശമാക്കും. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെ ആമേൻ. നിത്യമായ വിശ്വസ്തയുടെയും അറ്റുപോകാത്ത സ്നേഹത്തിന്റെയും ഉടമ്പടിയുടെയും അടയാളമായ ഈ മോതിരം കൊണ്ട് ഞാൻ നിങ്ങളെ വിവാഹം ചെയ്യുന്നു. എന്റെ ശരീരം കൊണ്ട് ഞാൻ നിങ്ങളെ മാനിക്കുന്നു. എന്റെ ഇഹലോക സമ്പത്തുകളെല്ലാം ഞാൻ നിങ്ങൾക്ക് അവകാശമാക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെ ആമേൻ.
നിന്റെ നൽവരങ്ങൾ ശരിയാണേ. വിശ്വസ്തയോടെ പോലെ മോതിരങ്ങൾ അടയാളമായിട്ടും സാക്ഷ്യമായിട്ടും നൽകുകയും സ്വീകരിക്കുകയും ചെയ്ത പ്രകാരം ഇവർ അന്യോന്യം ചെയ്ത പ്രതിജ്ഞയും ഉടമ്പടിയും നിശ്ചയമായി പ്രമാണിച്ച് നിവൃത്തിയാക്കി പൂർണ്ണ സ്നേഹത്തോടും സമാധാനത്തോടും കൂടെ എപ്പോഴും ഒരുമിച്ച് വാർത്ത് നിന്റെ കൽപ്പനകൾ പ്രകാരം ജീവിക്കുവാൻ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം കൃപ അരുളണമേ. ഇടയാറ്റുപാടും CSI സെന്റ് പോൾസ് ഇടവകയിൽ മുടോട്ടിൽ വീട്ടിൽ ജോസഫ് ഇകയുടെയും ശ്രീമതി കുഞ്ഞുമോൾ ജോസഫിന്റെയും മകൻ വിപിൻ ജോസഫും കുണ്ടറ ഈസ്റ്റർ CSI സെന്റ് പോൾസ് സഭയിൽ ദേവി ഭവനിൽ ശ്രീ ദേവപ്രസാദിന്റെയും ശ്രീമതി മിനി പ്രസാദിന്റെ മകൾ ഹേമ പ്രസാദ് വിശുദ്ധ വിവാഹത്തിൽ സമ്മതിച്ച ആയതിനെ ദൈവത്തിന്റെയും ഈ സഭയുടെ മുമ്പാകെ സാക്ഷ്യപ്പെടുത്തി അതിനായി തമ്മിൽ വാഗ്ദത്തം ചെയ്ത മോതിരങ്ങളിൽ നിന്നും മന്ത്രകൂടിയും നൽകുകയും സ്വീകരിക്കുകയും ചെയ്തതിനാലും കരസംയോജനത്തിനാലും അവരെ അറിയിച്ചതുകൊണ്ട് ദൈവത്തിന്റെ നിയോഗപ്രകാരം ഈ സഭയുടെയും ഈ രാജ്യത്തിന്റെയും നിയമപ്രകാരം ഇവർ പ്രധാനം ഭാര്യയുമായിരിക്കുന്നുവെന്ന് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞാൻ പ്രസിദ്ധപ്പെടുത്തുന്നു. അതുകൊണ്ട് ദൈവം കൂട്ടിച്ചേർത്തവരെ ആരും വേർതിരിക്കരുത്. പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവായ ദൈവം നിങ്ങളെ അനുഗ്രഹിച്ച് കാത്തുപരിപാലിക്കട്ടെ. കർത്താവിന്റെ കൃപയോടെ നിങ്ങളെ കടാക്ഷിച്ച് ഇഹലോകത്തിൽ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകുവാൻ ഇഹലോകത്തിൽ നിങ്ങൾ തമ്മിൽ അനുകൂലമായി മാറേണ്ടതിന് നിങ്ങളെ സകല അനുഗ്രഹങ്ങൾ കൊണ്ടും കൃപ കൊണ്ടും നിറയ്ക്കുമാകട്ടെ.
കെവിനെയും ഹേമയെയും അവരുടെ കുടുംബജീവിതത്തെയും ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ഈ ആലയത്തിൻ്റെ അകത്തും പുറത്തും സന്നിഹിതരായിരിക്കുന്ന എല്ലാവർക്കും അവരുടെ ഭാവി ജീവിതത്തിൽ നന്മയ്ക്കും അനുഗ്രഹത്തിന് വേണ്ടി ചില നിമിഷങ്ങളിൽ നിശബ്ദമായി പ്രാർത്ഥിക്കാം. നമുക്ക് പ്രാർത്ഥന തുടരാം. കർത്താവേ, ഞങ്ങളോട് തന്നെ ഉണ്ടാകണമേ. കർത്താവേ, ഞങ്ങളോട് തന്നെ ഉണ്ടാകണമേ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം സ്വീകരിക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നിങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെയും നിങ്ങളെയും ക്ഷമിക്കണമേ. നിങ്ങളെ പരീക്ഷിക്കപ്പെടാതെ ദുഷ്ടങ്ങളെ പിടിക്കണമേ. ഇത് രാജ്യവും ശക്തിയും മഹത്വവും ഇന്നലേക്കും അങ്ങേക്കുള്ളതല്ലോ. ആമേൻ. കർത്താവേ, ഈ ദമ്പതികളെ കടാക്ഷിക്കണമേ. കർത്താവേ, നിന്റെ വിശുദ്ധ സ്ഥലത്ത് നിന്ന് ഇവർക്ക് സഹായം ചെയ്യണമേ. കർത്താവേ, ഇവർക്ക് ബലമുള്ള ഗോപുരമായിരിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. തലമുറയായി ഞങ്ങളുടെ മാതാപിതാക്കൾ ദൈവമേ, നിന്റെ ദാസനായ ഇവരെയും അനുഗ്രഹിച്ച് നിന്റെ വിശുദ്ധവചനത്തിൽ ഇവർക്ക് പ്രയോജനമായി ഇവർ പഠിക്കുന്നതെല്ലാം ശരിയായി പ്രവർത്തിക്കേണ്ടത് നിത്യജീവനിൽ ഇവരുടെ ഹൃദയങ്ങൾ വിജയിക്കണമേ. ഇവരുടെ കുടുംബജീവിതം ദൈവിക വിജ്ഞാനത്തിൽ ദൈവഭക്തി നിറയുവാൻ നിന്റെ കൃപ ചൊരിയണമേ. ഇവർ അന്യോന്യം ബലഹീനതയിൽ ശക്തി പകരുന്നതിനും ഉത്കണ്ഠയിൽ ആലോചന നൽകുന്നവരും വ്യസനത്തിന് ആശ്വാസവും സന്തോഷത്തിന് പങ്കാളിത്തം നൽകുന്നവരും ആയിരിക്കുവാൻ സഹായിക്കണമേ. ഇവർ ജീവിതത്തിന്റെ നാളുകളിലും നിന്നോടും അന്യോന്യവും സ്നേഹത്തിലും സമാധാനത്തിലും വളരുവാൻ ഇവരുടെ മനസ്സുകളെ നിന്റെ ഹിതത്തിലും ഇവരുടെ ആത്മാക്കളെ നിന്റെ ആത്മാവിലും ഒന്നാക്കി തീർക്കണമേ. അന്യോന്യം വേദനപ്പെടുത്തുന്ന സാഹചര്യങ്ങളിൽ തെറ്റുകൾ മനസ്സിലാക്കുവാനും തെറ്റു പറയുവാനും പരസ്പരമുള്ള ക്ഷമയും ദൈവത്തിൽ നിന്ന് ക്ഷമയും പ്രാപിക്കുവാനും ഇവരെ ശക്തീകരിക്കണമേ. തമ്മിൽ ഭാര്യകളെ ചുമക്കുന്നതിനും തങ്ങളുടെ ഭവനത്തിലെയും സമൂഹത്തിലെയും ഉത്തരവാദിത്തങ്ങൾ ഒരുമിച്ച് നിർവഹിക്കുന്നതിനും ഇവരെ പ്രാപ്തപ്പെടുത്തണമേ. ജീവപര്യന്തം അന്യോന്യം വിശ്വസ്തരായതുകൊണ്ട് ദൈവരാജ്യ സുഹൃത്തുക്കൾ സ്ഥിരമായി നിലനിൽക്കേണ്ട ഇവരുടെ മേൽ നിന്റെ ധാരാളമായ കൃപ ചെയ്യണമെന്ന് കർത്താവായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ആമേൻ. കരുണയുടെ കർത്താവേ, സ്വർഗ്ഗസ്ഥ പിതാവേ, മനുഷ്യവർഗം വർദ്ധിക്കുന്നത് നിന്റെ കൃപയുടെ ദാനങ്ങളുടെ മാത്രമാകുന്നുവല്ലോ. ഇവർ ദൈവഭക്തിയിലും സ്നേഹത്തിലും നല്ല മാതൃകയുള്ളവരായി ദീർഘകാലം ഒരുമിച്ച് വസിക്കുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ. ഇവർ സന്താന ഭാഗ്യമുള്ളവരും തങ്ങളുടെ പൈതങ്ങളെ ക്രിസ്തീയ ഭക്തിയോടും സുഹൃതത്തോടും വളർത്തുവാൻ പരിജ്ഞാനമുള്ളവരുമാക്കണമേ. പൈതങ്ങളുടെ പ്രകാരം വളർന്ന് നിനക്ക് സ്തുതിയും സ്തോത്രവും ബഹുമാനവും കരയറ്റുന്നവരായിരിക്കുവാൻ നിന്റെ അനുഗ്രഹം കൊണ്ട് സഹായിക്കണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹാമുഖാന്തരം ഞങ്ങൾ വീണ്ടും അങ്ങയോട് അപേക്ഷിക്കുന്നു. ഒരു നാളും ന്യായങ്ങളുടെ മനുഷ്യരായവന്റെ സഭയ്ക്കും തമ്മിലുണ്ടാക്കിയ വിവാഹത്തെയും സ്പഷ്ടമായി കാണിക്കുന്ന മലയാളമായ വിവാഹത്തിന്റെ അവസ്ഥയെ ശ്രേഷ്ഠതയുടെ മർമ്മമായി സ്വീകരിക്കുന്നുണ്ട്. ദൈവമേ, മനുഷ്യരാജന്മാരുടെ സഭയെ അതിന്റെ സന്ദർശിക്കുന്നുള്ളൂ. അപ്രകാരം നിന്റെ വചനപ്രകാരം പരസ്പരം സ്നേഹിക്കുവാനും ശാന്തതയും സുബുദ്ധിയും സമാധാനവും വളരുവാനും ഇവരെ പ്രാർത്ഥിക്കണമേ. ഇവരെയും അനുഗ്രഹിച്ച് ഇവർ അനുഗ്രഹിക്കുവാൻ നമ്മുടെ കർത്താവായ പിതാവായ സർവശക്തിയുള്ള ദൈവം നിങ്ങൾ അവരുടെ ശരീരത്തിനും ആത്മാവിൽ പ്രസാദിപ്പിക്കരുത്. ജീവിതത്തിൽ സ്നേഹത്തിൽ നിന്ന് ഒരുമിച്ച് വസിക്കരുത്. തന്റെ കൃപാകരത്തെ നിങ്ങളെ ശുദ്ധീകരിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. അവർ നമ്മൾക്ക് ശുഭോത്സവം നൽകുന്നു. തിരുവചനം നിങ്ങൾ കാലങ്ങൾ രൂപമാണ് പ്രകാശിക്കുന്നത്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 1 മുതൽ 13 വരെയുള്ള തിരുവചനങ്ങൾ. 1 കൊരിന്ത്യർ 13-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങളെ ശ്രദ്ധിക്കും.
ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷയിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ല എങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിരമ്പുന്ന കൈത്താളമോ അത്രേ. എനിക്ക് പ്രവചനപരമുണ്ടായിട്ട് സകല മർമ്മങ്ങളും സകല ജ്ഞാനവും ഗ്രഹിച്ചാലും മലകളെ ജയിക്കുവാൻ തക്ക വിശ്വാസം ഉണ്ടായാലും സ്നേഹമില്ല എങ്കിൽ ഞാൻ ഏതുമില്ല. എനിക്കുള്ളതെല്ലാം അന്നദാനം ചെയ്താലും എന്റെ ശരീരം കുർബാന ഏൽപ്പിച്ചാലും സ്നേഹമില്ലായെങ്കിൽ എനിക്ക് ഒരു പ്രയോജനവും ഇല്ല. സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, സ്നേഹം നിഗളിക്കുന്നില്ല, ചീർക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, ദേഷ്യപ്പെടുന്നില്ല, ദോഷം കണക്കിടുന്നില്ല, അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു, എല്ലാം ഓർക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം സഹിക്കുന്നു. സ്നേഹം ഒരു നാളും ഉതിർന്നു പോവുകയില്ല. പ്രവചനപരമോ അത് നീങ്ങിപ്പോകും, ഭാഷാപരമോ അത് നിന്നു പോകും, ജ്ഞാനമോ അത് നീങ്ങിപ്പോകും. അംശമായി മാത്രം നാം അറിയുന്നു, അംശമായി മാത്രം പ്രവചിക്കുന്നു. പൂർണ്ണമായത് വരുമ്പോഴോ അംശമായത് നീങ്ങിപ്പോകും. ഞാൻ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ സംസാരിച്ചു, ശിശുവിനെ പോലെ ചിന്തിച്ചു, ശിശുവിനെ പോലെ നിരൂപിച്ചു. പുരുഷനായ ശേഷമോ ഞാൻ ശിശുവിനുള്ളത് തിരിച്ചു കളഞ്ഞു. ഇപ്പോൾ നാം കണ്ണാടിയിൽ കടമൊഴിയായി കാണുന്നു, അപ്പോൾ മുഖാമുഖമായി കാണുന്നു. ഇപ്പോൾ ഞാൻ അംശമായി അറിയുന്നു, അപ്പോഴോ ഞാൻ അറിയപ്പെട്ടതുപോലെ തന്നെ അറിയും. ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഈ മൂന്നും നിലനിൽക്കുന്നു. ഇവയിൽ വലുതോ സ്നേഹം തന്നെ. ഇങ്ങനെയുടെ വേദഭാഗം വായിച്ചു. ഒരു കുടുംബം പോലിരിക്കുന്ന സംവിധാനമായിരിക്കുന്നു. ഈ വിവാഹ ശുശ്രൂഷയിലൂടെ ഒരു കുടുംബമായി ഇടസരായിരിക്കുന്ന വൈദികരുടെ ഇടവകളിൽ എല്ലാവിധമായ ആശംസകളും പ്രാർത്ഥനകളും ഈ സമയം ഞാൻ എത്തിക്കുന്നു. വിവാഹം വിശുദ്ധവും നിർമ്മലവുമാകട്ടെ എന്ന പുസ്തകം നമ്മെ ബോധിപ്പിക്കുന്നു. വിവാഹത്തിന് പവിത്രമായ സ്ഥാനം, അതോടൊപ്പം വിവാഹത്തിന്റെ ശുദ്ധിയും നിർമ്മലതയും കുടുംബജീവിതത്തിൽ ഉണ്ടാകണമെന്ന് വിശുദ്ധ പുസ്തകം നമ്മെ ബോധിപ്പിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് എഫേസ്യർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം ഭാര്യമാരെ ഭർത്താവിനെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുന്നു. ദൈവത്തിന്റെ സന്നിധിയിൽ വിശുദ്ധ വിവാഹ ശുശ്രൂഷയെ പ്രവേശിക്കുന്നു. കുടുംബബന്ധത്തിലുള്ള ഊഷ്മളമായ ബന്ധത്തിന്റെ അനുഭവത്തിന് വേണ്ടിയാണ് വിശുദ്ധ വേദപുസ്തകത്തിലൂടെ നമുക്ക് ഉപദേശങ്ങൾ നൽകുന്നത്. പൗലോസ് പുസ്തകത്തിൽ പറയുമ്പോൾ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങണം എന്ന് പറയുമ്പോൾ വേദപുസ്തക ചിന്തയിൽ അതൊരു മാനുഷികമായ തരത്തിലുള്ള ഒരു കീഴടങ്ങലിന്റെ അനുഭവത്തെ കുറിച്ചല്ല എന്ന് പറയുന്നത്. കർത്താവിനെ ഉള്ള പോലെ ദൈവത്തിന്റെ വചനം സ്ത്രീയെയും പുരുഷനും സൃഷ്ടിച്ച ഒരു കുടുംബമായി ദൈവം അനുഗ്രഹിക്കുമ്പോൾ അവരുടെ പരസ്പരമുള്ള ബന്ധത്തിന്റെ അനുഭവത്തെ കുറിച്ചാണ് നമ്മൾ വേദപുസ്തകം ഓർമ്മിപ്പിക്കുന്നത്. വേദപുസ്തകത്തിൽ നമുക്കറിയാം ഒരു കുടുംബമായാലും ഒരു പ്രസ്ഥാനമായാലും ഒരു നാഥൻ അതുണ്ടായിരുന്നു. അതുകൊണ്ടാണ് വേദപുസ്തകം ഓർമ്മിപ്പിക്കുന്നത്. എന്നാൽ അത് കർത്താവിൽ എന്ന പോലെ കീഴടങ്ങുവാനാണ് നമ്മുടെ ദൈവവചനം നമ്മൾ ഓർമ്മിപ്പിക്കുന്നത്. അത് മാനുഷികമായ നിലയിലുള്ള ഒരു അനുബന്ധത്തെ കുറിച്ചോ ഒരു കീഴടങ്ങിനെ കുറിച്ചോ അല്ല എന്ന് പറയുന്നത്. സ്നേഹത്തിൽ അധിഷ്ഠിതമായ ഒരു ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലുള്ള അനുസരണത്തിന്റെ ഭാവനയാണ് വിശുദ്ധ വേദപുസ്തകം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. 25-ാം വാക്യം പറയുമ്പോൾ ഭർത്താക്കന്മാരെ ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കും. ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കും. അവിടെ തൊട്ട് താഴെ പറയുമ്പോൾ സഭയെ എങ്ങനെയാണ് ക്രിസ്തു സ്നേഹിച്ചതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. സ്വന്തം ജീവനിൽ രക്തവും നൽകി സഭയെ സ്നേഹിച്ചു. അതുകൊണ്ട് തന്നെ ഈ 2 വാക്യങ്ങളിലും ദൈവത്തിന്റെ വചനം നമ്മെ ഓർപ്പിക്കുന്നത് ഭാര്യ ഭർത്താക്കന്മാർ നിർമ്മലമായ സ്നേഹത്തിന് ഉടമകളായിരിക്കുന്നത് മാത്രമേ ശരിയായ പവിത്രമായ ഒരു കുടുംബജീവിതം നയിക്കുവാൻ നമുക്ക് കഴിയുകയുള്ളൂ. ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് അങ്ങനെയാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം ഇന്ന് ഈ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന അവരെ സംബന്ധിച്ചോളം ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ കുടുംബജീവിതം നിങ്ങൾ നയിക്കപ്പെടുകയും
നിങ്ങൾ ജീവിതത്തിൽ അന്ത്യത്തോളം ദൈവത്തിന്റെ വചനത്തിൽ നിങ്ങൾ നിന്ന് ഇവിടെ പ്രതിജ്ഞ ചെയ്ത് ദൈവസന്നിധിയിൽ ഒരുമിച്ച് വർദ്ധിക്കുന്ന പ്രതിജ്ഞ എന്ന ജീവിതത്തിന് അന്ത്യത്തോളം അത് പാലിക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കും. അദ്ദേഹത്തിന്റെ ജീവിത പ്രകാരം അവിടെ വിവാഹ ജീവിതത്തിൽ പ്രവേശിച്ച മണിയറയിലേക്ക് പ്രവേശിച്ച വരൻ പുറത്തു പോയി തിരിച്ചു വരുമ്പോൾ അവിടെ പറയുന്നു വാതിൽ മുട്ടുമ്പോൾ വാതിൽ തുറക്കപ്പെടുന്നില്ല. ആരാണെന്ന് ചോദിച്ചപ്പോൾ ഞാനാണെന്ന് പറഞ്ഞു. അവിടെ അവൾ വാതിൽ തുറക്കാതെ ആകുന്നു. വീണ്ടും രണ്ടാമത്തെ വാതിൽ അവിടെ പറയുന്ന ചോദ്യം ആരാണെന്ന് ചോദിക്കുമ്പോൾ ഞാനാണെന്ന് പറഞ്ഞു. മൂന്നാമത്തെ വാതിൽ മുട്ടുമ്പോൾ ആരാണെന്ന് ചോദിക്കുമ്പോൾ മൂന്നാമത് പറയുന്നു നമ്മളാണെന്ന് പറയുന്നു. വാതിൽ മലർക്കം തുറക്കുന്നു. ദൈവം മലത്തിൽ ഒരുമിച്ച് പുരുഷൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് രക്ഷിച്ചു എന്ന് ദൈവത്തിൽ നിന്ന് ഓർമ്മിപ്പിക്കുമ്പോൾ അവിടെ ഒരുമിച്ച് ചേരുന്ന ഒരേ അവസ്ഥയിലുള്ള പരസ്പര ജീവിതത്തിൽ ഒന്നിച്ച് മുന്നോട്ട് പോകുന്ന ഒരു കുടുംബജീവിതത്തിൽ മാത്രമേ ജീവിതത്തിൽ വിജയിക്കാൻ കഴിയുന്നത് സമകാലിക ജീവിതം നമ്മെ ഓർമ്മപ്പെടുത്തുന്നതാണ്. നമുക്കറിയാം ഇന്ന് കുടുംബ കോടതിയുടെ എണ്ണം മൊത്തം വർദ്ധിച്ചു വരുന്ന കാലഘട്ടം കുടുംബ ജീവിതത്തിന്റെ പരാജയത്തിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ ചെറിയ ചെറിയ തർക്കങ്ങൾ ചെറിയ കാര്യമാണ് കുടുംബജീവിതത്തിന്റെ പരാജയത്തിന്റെ യഥാർത്ഥ കാരണത്തിന് അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. ഇന്ന് നിങ്ങൾ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നിങ്ങളുടെ മുന്നിലുള്ള ജീവിതം നിങ്ങളുടേതാണ് എന്നൊരു ബോധ്യം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഒന്നാമത് നിങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിലാണ്, അദൃശ്യനായ ദൈവത്തിന്റെ സന്നിധിയിലാണ് നിങ്ങൾ പരസ്പരം ഉടമ്പടി ചെയ്ത് ഒരു കുടുംബജീവിതത്തിന് ആരംഭം ചെയ്യുന്നത് ബോധ്യം നിങ്ങൾക്ക് രണ്ടുപേർക്കുണ്ടാകും. ഒരു സെൻപോസ് ചെയ്യുന്ന ഒരു യാത്രയാണ് നിങ്ങളുടെ ജീവിതം. കുണ്ടറ സെൻപോസ് ഈ സെൻപോസിലേക്ക് കടന്നിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതം ഏറ്റവും അനുഗ്രഹപൂർണ്ണമായി തീർക്കാൻ ഇവിടെ സന്നിധരായിരിക്കുന്ന എല്ലാവരുടെയും നിങ്ങളുടെ ആ ജീവിതം ഏറ്റവും അനുഗ്രഹപൂർണ്ണമായി തീർക്കാൻ ആശംസിക്കുന്നുണ്ട്. എൻ്റെ വ്യക്തിപരമായ ഇതിനുള്ള കുടുംബത്തിൻ്റെ ആശംസകൾ പലപ്പെട്ട മഹാരുടെ ആശംസകൾ പ്രവർത്തിച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതം ഏറ്റവും പരിപൂർണ്ണമായി തീർക്കാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാൻ ശ്രമിക്കുന്നത് ദൈവം എന്നെ അനുഗ്രഹിക്കും. വരുവാൻ പോകുന്ന കുടുംബ പ്രാർത്ഥന ഒരുമിച്ചിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും കാണാം. ഇതിൻ്റെ ജീവിതവിധാന ഈ അനുഗ്രഹിക്കപ്പെട്ട വിശുദ്ധാസുഹൃത്തുക്കളോട് ഒരു കുടുംബമായി ഞങ്ങൾ യോജിച്ചതിനായി ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. കുടുംബമണ്ഡലത്തിലുള്ള ഞങ്ങൾ ഉത്തരവാദിത്വവും ക്രിസ്തീയ സാക്ഷ്യവും നിർവഹിക്കുവാൻ ബലഹീനരായ ഞങ്ങളെ ബലപ്പെടുത്തണം. ഞങ്ങൾ തിരുസന്നിധിയിൽ ഈ സഭയുടെ മുമ്പിൽ ചെയ്ത പ്രതിജ്ഞകൾ പൂർണ്ണമായി നിറവേറ്റുവാൻ ഞങ്ങളെ പ്രാർത്ഥിക്കണം. അനുയോജ്യമുള്ള വിശ്വസ്തതയിലും സ്നേഹത്തിലും കരുതലിലും എന്നും നിലനിൽക്കുവാൻ മറ്റുള്ളവർക്ക് മാതൃകയുള്ളതായിരിക്കുവാൻ ഇതിൻ്റെ പരിശുദ്ധമാണ് ഞങ്ങളെ ബലപ്പെടുത്തണമെന്ന് ഞങ്ങൾ സ്വർഗീയ മണവളമായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു. പ്രാർത്ഥിക്കാം. സർവശക്തനായ കർത്താവേ, നിത്യദൈവമേ, നിന്റെ മഹാശക്തിയുള്ള സംരക്ഷണമുണ്ട് ശരീരത്തിൽ ആത്മാവിൽ ബാധിക്കപ്പെടേണ്ടതിന് നിന്റെ പ്രമാണങ്ങൾ നടത്തി ശുദ്ധീകരിക്കപ്പെടുവാൻ ഇഷ്ടം തോന്നിയാണെന്ന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ഉപദേശിച്ചുവല്ലോ. അങ്ങനെ തമ്മിൽ സ്നേഹിച്ചതിന്റെ ജീവിതാവസാനം വരെ നിന്റെ സ്നേഹത്തിൽ നിലനിൽക്കുവാൻ ഇന്ന് വിവാഹിതരായ ഈ മക്കൾക്ക് പിതാവിനോടും ശുദ്ധാത്മാവിനോടുകൂടെ ഏകദൈവമായ കാലാവസാനം കൂടാതെ ജീവിച്ചുമായിട്ട് നിങ്ങളുടെ പിതാവായ യേശു ക്രിസ്തു മൂലം
ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. മാതാപിതാക്കളും സഹായിക്കണം. നിന്റെ രക്ഷിതാക്കളും പരസ്പര സ്നേഹത്തെ വിവാഹത്തെ സഹായിക്കണം. സ്വന്തം ജീവിതത്തെ സഹിച്ച യേശു ആശീർവാദം സമാധാനത്തോടും ധൈര്യപ്പെടുത്തുകയും ഈയതിനവർക്ക് നല്ലതിനെ മനസ്സിലാതെ സഹായിക്കുകയും എല്ലാവരെയും ബഹുമാനത്തിനും പരിഷ്കാരശക്തിയും കർത്താവിനെ സ്നേഹിക്കുകയും പുത്രനും പരിഷ്കാരമായ സംസ്കൃതത്തിന് അനുഗ്രഹങ്ങളുണ്ടായി എല്ലാവരും കുമാരത്തെ ഇപ്പോൾ ഗായക സംഘം ഒരു മംഗളഗാനം ആലപിക്കുന്നതാണ്. നമ്മുടെ വിവാഹത്തിൽ എല്ലാത്തിനും അത്ഭുതമായിട്ട് എല്ലാവരാണ്. സമൃദ്ധി ആശംസിക്കുന്നു. ഇടവകയിലേക്കുള്ള വ്യവസ്ഥ dream about you, girl. I will never let you go. You're in my soul. I won't forget you, girl. You left me all alone. And I hate that I love you, girl. I promise you, promise I won't lie. I promise you, together we can fly. I promise you, I promise I won't hurt you ever again.